അപ്പോൾ കോഴിക്കോട് ഇന്നലെ തുടങ്ങിയ മഴ ഇപ്പോഴും അതിശക്തമായി തന്നെ തുടരുന്നു എന്നാണ് പറയുന്നത്. ജില്ലയിൽ ഇന്ന് റെഡ് അലർട്ടാണ്. ഇന്നലെ ചെറുപുഴയിൽ കാണാതായ വയോധികനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിട്ടുണ്ട്. മിഥില ബാലനാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകുന്നത്. മിഥില, ഗുഡ് മോർണിംഗ്. കോഴിക്കോട് മഴ ഇങ്ങനെ തകർത്തു പെയ്യുകയാണ്, ഒപ്പം തന്നെ ചെറുപുഴയിൽ കാണാതായ വയോധികനായുള്ള തെരച്ചിൽ പുനരാരംഭിച്ചിരിക്കുകയാണല്ലോ. എങ്ങനെയാണ് നടക്കുന്നത്? ക്രിസ്റ്റീന, ഗുഡ് മോർണിംഗ്. മഴ അതിശക്തമായി തന്നെ തുടരുകയാണ്. നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ മലയോര മേഖലകൾ ഉൾപ്പെടെ അതിശക്തമായ മഴ തുടരുന്നു. റെഡ് അലർട്ടാണ്. അല്പസമയം മുമ്പാണ് തിരച്ചിൽ, അതായത് ചെറുപുഴയിൽ ഇന്നലെ കാണാതായ വയോധികനായുള്ള തിരച്ചിൽ അല്പസമയം മുമ്പാണ് പുനരാരംഭിച്ചത്. മുക്കം, വെള്ളിമാടുകുന്ന് ഫയർ സ്റ്റേഷനുകളിലെ ഫയർ ഓഫീസേഴ്സാണ് ഇപ്പോൾ ഈ ഒരു തെരച്ചിലിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ 6:30-ക്കായിരുന്നു ഈ തിരച്ചിൽ താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടായിരുന്നത്. ചെറുപുഴയിൽ അതിശക്തമായ ഒഴുക്കുണ്ട്. ഈ ഒഴുക്കും ഒപ്പം തന്നെ പ്രതികൂല കാലാവസ്ഥയും വെളിച്ചക്കുറവുമെല്ലാം കാരണമായിരുന്നു ഇന്നലെ ഇത്തരത്തിൽ തിരച്ചിൽ നിർത്തിയിട്ടുണ്ടായിരുന്നത്. ഇന്നലെയാണ് ഈ മാധവൻ നായരെ കാണാതായത്. ഈ പുഴയുടെ തീരത്ത് ചെരുപ്പും കുഴയുമെല്ലാം കണ്ടു. അങ്ങനെ സംശയം തോന്നിയാണ് തിരച്ചിൽ ആരംഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ആ ഒരു ഭാഗങ്ങൾ, ചെറുപുഴയുടെ വിവിധ ഭാഗങ്ങളിൽ തിരച്ചിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, എടുത്തു പറയേണ്ട ഒരു കാര്യം, ചെറുപുഴയിലും ഇരുവഞ്ഞിപ്പുഴയിലുമെല്ലാം തന്നെ ജലനിരപ്പ് നല്ല രീതിയിൽ ഉയരുന്നുണ്ട്. അതും ഈ തിരച്ചിലിന് ഒരു പ്രതികൂല ഘടകമായി നിലനിൽക്കുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മലയോര മേഖലകളിൽ അല്ലെങ്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ എന്ന് പറയുമ്പോൾ വിലങ്ങാടാണ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അവിടങ്ങളിൽ ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രത്യേക നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ വിലങ്ങാട് പുഴയിലും ഒപ്പം തന്നെ തൊട്ടിൽപ്പാലം പുഴയിലും മലവെള്ളപ്പാച്ചിലൊക്കെ ഉണ്ടായ ഒരു സാഹചര്യമുണ്ട്. ക്രിസ്റ്റീന, ആഷ്മി.